44,000 രൂപയുടെ വെള്ളത്തിൽ പോളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ മാൽപ്പി ദ്വീപിലോട്ട് പോണ വഴിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർബർ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇത് മീൻ പിടിക്കാനൊക്കെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് വലയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മച്ചാൻ മതി. പാട്ടൊക്കെ വെച്ച് വേറൊരു വൈബാണ് ഇതാക്കള്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു പമ്പിൽ കിടന്നുറങ്ങി. അവിടുന്ന് തന്നെ കുളിച്ച് റെഡിയായി ഇങ്ങനെ നൈസായിട്ട് ഉടുപ്പിയിലൊരു ഹോട്ടലിൽ വന്നിട്ട് നമ്മളൊരു ഇഡ്ഡലിയും സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് നോർമലായിട്ടൊരു ഫുഡൊക്കെ കഴിച്ച് തന്നെ ഇറങ്ങിയേക്കുണ്ട. അപ്പോൾ ഇന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതായത് ഇപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ മാൽപ്പി ദ്വീപ്, അതുപോലെ മാൽപ്പി ദ്വീപ്, അതുപോലെ ഇനിയിപ്പോൾ പോകാൻ പോണത് സെൻറ്റ് മേരീസ് ഐലൻഡിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം. അതുപോലെ ഒന്ന് ഉടുപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിലാണ് ഇറങ്ങിയേക്കണത്. ഇവരൊക്കെ അത് ഇന്ന് പോകാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഇവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് അപ്പോൾ ഒരു ബോട്ടിലേക്ക് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇവിടെ ഇതേ ഒരു ബോട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുവാണ് കേട്ടോ. ഇവരുടെ യാത്ര, അതായത് ഇവരുടെ യാത്ര ഇങ്ങനെ ഒരുപാട് ലോങ് ആയതുകൊണ്ടും പിന്നെ വരാൻ താമസിക്കണോണ്ടാണെന്നുകൊണ്ട് ഇവിടെ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഹാർബറിൽ തന്നെ കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ എത്ര ദിവസത്തിനാണ് സ്റ്റേ, അത്രയും ദിവസം വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കിട്ടേണ്ടത്. അവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെറിയ വിലക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അതൊക്കെ ഇതിൻ്റെ അതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് ബ്ലൂടൂത്ത് ഇതൊക്കെ ഉള്ളൊരു വൈവര കച്ചവടം പോലത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ മച്ചന്മാർ പല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഹാർബറിലെ വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. നല്ല കിടിലന ഒരു ബീച്ചാണിത്. അപ്പോൾ നമ്മളിപ്പോൾ മാൽപ്പി ദ്വീപിൽ നിന്ന് നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡിലോട്ട് പോകാൻ പോകണ്ട. ബോട്ടിൽ കയറിയിട്ടുണ്ട്. 250 രൂപ ഉണ്ട് അതിനകത്ത് ടിക്കറ്റ് അങ്ങോട്ട് കയറാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. അതേ ഇവിടെ നമുക്ക് ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാൻ വേണ്ടി. അപ്പോൾ അതേ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇതേ വണ്ടി നൈസായിട്ട്, വണ്ടിയല്ല ബോട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് അവിടെ കാണുന്ന ഒരു പൊടി പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കുറേ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടുത്തെ ഒരു കമ്പനിക്കാരുണ്ട്. ഹായ്, യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവരും പറയുന്നുണ്ട് എന്താ വെച്ചാൽ അവർ വീഡിയോ എടുക്കാണ്ടിരിക്കണത് ഇപ്പോൾ ഈ കോപ്പിറൈറ്റിൻ്റെ ഒരു സീൻ കാരണമാണ്. നമുക്ക് കയറി പോകാനൊരു ബോട്ടാണെന്ന് തോന്നട്ടെ. ആ പിള്ളേരെ കയറുന്നതാണ്. ആ അതെ ബന്നി 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 പറയുന്നത് പോയോക്കല്ലേ നമുക്ക്. നമ്മളെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടാണ്. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ ദ്വീപ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബോട്ടാണിത്. നമ്മുടെ ആദ്യം കയറിയ ബോട്ട് അങ്ങോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു മച്ചാന്മാരെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി, ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്ന സാധനം. ഒറ്റ നോട്ടത്തിലേട്ടാ. ഇതിലേ കൂടിയാണ് ഇറങ്ങാനുള്ള സ്പോട്ടൊന്ന്. നല്ല തെളിഞ്ഞ വെള്ളം സെറ്റ്. ഓക്കെ ചെരുപ്പ്. വാവ്. അപ്പോൾ ഇവിടെ നമുക്കിത് ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊരു 200 ആണ് പെർ ഹെഡ് പറയുന്നത്. നമ്മുടെ ദ്വീപിനകത്തോട്ട് പ്രവേശിക്കുന്നുണ്ട്. കൊള്ളാട്ടാ, ഒരു രക്ഷയില്ല. സെറ്റ്. അടിപൊളി അടിപൊളി സെറ്റാണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഈ സൈഡ് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബീച്ചിലൊക്കെ ഉണ്ടാവുന്നത് മണലാണല്ലോ. അതായത് ബീച്ചിൻ്റെ സൈഡിൽ കാണുന്ന മണലാണല്ലോ. പക്ഷെ ഇതൊന്നും പോയി കഴിഞ്ഞാൽ ഇതൊന്നും മണലല്ല കേട്ടാ. ഇതൊക്കെ സംഭവം മറ്റേ എന്താ പറയുക, അതിൻ്റെ കക്കയുടെ തൊണ്ടുകളുണ്ടല്ലോ, കക്കിറച്ചിയുടെയൊക്കെ അതേപോലത്തെ സംഭവമാണ് കംപ്ലീറ്റ്. ഒരു പൊടിക്ക് പോലും മണലുണ്ടെന്ന് പറയാനല്ല ഇവിടെ. എല്ലാം ഇത് തന്നെയാണ്. പ്രത്യേക രസം ഉണ്ടാകുമ്പോൾ അത് കാണാൻ വേണ്ടി. പക്ഷേ ദൂരം നോക്കാൻ നേരത്തെ നമുക്ക് ഇതായിട്ട് തന്നെ തോന്നുള്ളൂ, മണലായിട്ട് തന്നെ തോന്നുള്ളൂ. ഇവിടെ ഈ കല്ലുകളൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ വേണ്ടി. സെറ്റാണ്. ജീവനുള്ള നമ്മുടെ എന്തിനെ പറയാ ആ സാധനം. ഇവിടെ പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വരാൻ നേരത്ത് ഇതേപോലെ കുറേ ഹട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്കിരിക്കാൻ വേണ്ടി.
നല്ല ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള സെറ്റപ്പാണ്. എവിടെ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്സിൽ കാണണമല്ലോ, അതായത് എന്താ ഒരു ആദ്യമായിട്ട് കടയിൽ കാണുന്ന പോലത്തെ ഒരു മൂടൊക്കെ. അത്രയും വൃത്തിയാണ്ടാകുമ്പോൾ, അത്ര വൃത്തി മീൻസ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചക്ക് ഒരു പ്രത്യേക ഒരു മൂഡ്. അപ്പം ഇവിടെ നമ്മുടെ നോർമലി ബീച്ച് പോലെ മണലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇത് മണലല്ല, ഇത് മണലല്ല കേട്ടോ. അതിൻ്റെ തന്നെ ചെറിയ ചെറിയ പൊടിയാണ് സംഭവം. മണലാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു വൃത്തികേടായിട്ടിരിക്കും സാധനം. മണലല്ല ഇതും. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ ചെറിയൊരു പരീക്ഷണം നടത്താൻ പോകണേണ്ട. നമ്മുടെ ഗോപ്രോ ഒന്ന് വെള്ളത്തിൽ മുക്കാൻ പോകണേണ്. നല്ല പേടിയുണ്ട്, കാരണം ഈ ട്രിപ്പ് മൊത്തം കുളമാവും ഈ ഗോപ്രോയിലെങ്ങാണ്ടും വെള്ളം കയറി കയറിയാൽ. അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇവിടെ ചെറിയൊരു വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. കെട്ടിയിരിക്കണല്ല, സംഭവം ജസ്റ്റ് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല തെളിച്ചാണ് സംഭവം, നല്ല തെളിഞ്ഞിരിക്കണ വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് കൊണ്ടായിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് മുക്കി വെക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. യെസ്, റെഡി, 1 2 3. 44,000 രൂപയുടെ വെള്ളത്തിൽ പോടോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു വെള്ളത്തിലെ കാഴ്ചകളൊക്കെ? ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏട്ടാ. ഇവിടെ ഒന്നും ആളൊന്നുമില്ല കേട്ടാ, നമ്മൾ തന്നെയുള്ളു. നമ്മളങ്ങോട്ട് 2:30ക്കാണ് നമുക്ക് റിട്ടേൺ ബോട്ട് പറഞ്ഞേക്കണത്. ബോട്ടിലുള്ളത് 2:30ക്കാണ്. കളർഫുള്ള് സാധനം. അപ്പോൾ എന്തായാലും ആ ബോട്ടിൻ്റെ അങ്ങോട്ട് പോകണേ കേട്ടോ. അപ്പോൾ 1:30ക്ക് ഇവിടെ എത്തി, 2:30ക്ക്. അപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പാണ് മച്ചന്മാർ തന്നെ കേട്ടോ അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ട് ആരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു വൃത്തിയാണ്. ഇപ്പം നമ്മുടെ മനുഷ്യന്മാർ വന്നിട്ട് ഇവിടെ കുറേ ഒരു പ്ലാസ്റ്റിക് കവറും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കബൂറാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതല്ല, ഈ പ്രകൃതി തന്നേക്കുന്നൊരു ഭംഗിയുണ്ടല്ലോ, അത് വളരെ കൂടുതലാണ് ഈ ദ്വീപിനേട്ടാ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കണ്ട പ്രത്യേകതയും, അതായത് ആ ഷെല്ലുകൾ, മറ്റേ എന്തായാലും പറയുക, കക്കട ഷെല്ലാണെന്ന് തോന്നുന്നു. ആ സാധനമാണ് ഫുള്ള്. അതായത് സാധാരണ നമ്മൾ ഇവിടെ കാണുക, കടൽ തീരത്തേക്ക് കാണുക മണലാണല്ലോ. പക്ഷെ ഇത് കംപ്ലീറ്റ് കക്കട ഷെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേ നമ്മുടെ ബോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും റിട്ടേൺ പോവായിരിക്കും. അപ്പോൾ ഈ ഒരു മനോഹരമായൊരു വ്ളോഗ്, അതായത് മനോഹരമായ സ്ഥലത്ത്, വളരെ ഭംഗിയുള്ള സ്ഥലത്ത് നിന്നെടുത്ത് ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വെച്ച് തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കണേണ്ട. അതായത് ഇനി ഇവിടുന്ന് നെക്സ്റ്റ് നമ്മൾ ബോട്ട് കയറി നേരെ അക്കരെ പോകും. അക്കരെ നിന്ന് നമ്മൾ കുട്ടജാത്ര പോകാനാണ് ഇനി അടുത്ത പ്ലാന്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേണ്. വല്ലാണ്ട് അങ്ങോട്ട് നീട്ടി വലിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, ഇടുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഷമീർ മച്ചാൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതിലും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നല്ല കട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ, ടേക്ക് കെയർ. നമ്മുടെ ബോട്ട് വന്നതുണ്ട്.